ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ ദേവ് പഠിക്കുന്ന സ്കൂളുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ വീഡിയോ ആണ്. ദേവിനെ വിളിച്ചപ്പോൾ ദേവ് ഇതാ അവിടെ ഇരുന്നു. പിന്നെ മുടിയൊക്കെ കെട്ടി ദേവുട്ടി മെല്ലനെ വരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അപ്പത്തിന് ഒഴിച്ചു. ഇന്ന് അപ്പവും ഗ്രീൻ പീസ് അറിയാം കേട്ടോ. അങ്ങനെ അപ്പത്തിന് ഇതാ ഒഴിച്ച് അപ്പം ചുട്ടു വെക്കുന്നുണ്ട്. ദേവുട്ടി പല്ലേക്കാൻ പോയി കേട്ടോ. പാറൊക്കെ പല്ലേച്ച് ചാവടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ദേവ് എപ്പോഴും ലാസ്റ്റാണ് എണീക്കുക. കുറച്ച് ലേറ്റായിട്ടേ ദേവിനെ വിളിക്കുള്ളൂ. ആ സമയം കൊണ്ട് ഇവരൊക്കെ പല്ലേച്ച് പോയതിന് ശേഷം ദേവിനെ വിളിക്കത്തുള്ളൂ. അങ്ങനെ പാറു അച്ഛനും ചാടിക്കാൻ വന്നു. ദേവുട്ടി ഇതാ പല്ലേക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ദേവുട്ടി വരുന്ന സമയം കൊണ്ട് അവർക്ക് അപ്പം ചുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ചോറിന് ഇന്ന് ബീൻസാണ് കേട്ടോ. ബീൻസും ക്യാരറ്റും കൂടെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ബാക്കി ഉണ്ടായിരുന്നു, പപ്പായും പരിപ്പും കൂടിയിൽ. അതും കൂടി തൈരൊക്കെ കൂട്ടി നൊപ്പിക്കാമെന്ന് കരുതി. വേറെ കറിയൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബീൻസും ക്യാരറ്റും കൂടിയുള്ള തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് വെന്തതിന് ശേഷം പിന്നെ തേങ്ങ ചിരവി ഞാൻ അതിലേക്ക് ഇട്ടു. അങ്ങനെ ആ തോരൻ അവിടെ റെഡിയായി. പിന്നെ അച്ഛന് ചോറ് പാക്ക് ചെയ്യാണ്. ചോറ് വെച്ചായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ ചോറും ബീൻസ് തോരനും തൈരുമാണ് കേട്ടോ അച്ഛൻ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ചോറ് വിളമ്പി വെച്ചു. പിന്നെ നല്ല ചൂടായതുകൊണ്ട് വിളമ്പിയിട്ട് കുറച്ച് നേരം വെക്കും കേട്ടോ. പിന്നെ അവർ പോകാനാകുമ്പോൾ ഞാൻ ബാഗിൽ എടുത്ത് വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവിവെള്ളം മൊത്തം അതിലേക്ക് വീഴത്തില്ലേ. അങ്ങനെ ചോറ് വിളമ്പി വെച്ചു. പിന്നെ ഇതാ തോരനൊരു പാത്രത്തിലാക്കുന്നുണ്ട്. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. മക്കൾസിൻ്റെ ലഞ്ചൊക്കെ ഞാൻ നേരത്തെ പാക്ക് ചെയ്തു കേട്ടോ. പിന്നെ അവർ പോയതിന് ശേഷം പിന്നെ എനിക്ക് 2 അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ തവയിലല്ല, ഞാൻ ഇതേപോലെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കാറ്. എനിക്ക് ഏതാണ് ഇഷ്ടം. അതിൽ ചുട്ടെടുക്കുമ്പോൾ എന്തോ എനിക്ക് അത്ര ക്രിസ്പി ആയിട്ടൊന്നും കിട്ടാറില്ല കേട്ടോ. സാധാരണ നോൺ സ്റ്റിക്കിലേക്ക് ചുട്ടെടുക്കുമ്പം ഇതിലെനിക്ക് കറക്റ്റായിട്ട് ചില്ലിയെടുക്കാൻ പറ്റാറുണ്ട്. മാവ് അങ്ങനെ പറ്റിപ്പോവാറൊന്നുമില്ല. അങ്ങനെ എൻ്റെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പവും ഗ്രീൻ പീസ് കറിയും പിന്നെ ഒരു കട്ടൻ ചായയും. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനൊരു 2 അപ്പവും നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചു. സമയം ഏകദേശം രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. ഇതാ ഞാൻ കുറച്ച് മത്തി എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മത്തി വറുക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് മത്തി മീൻ കറിയായിട്ട് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു 4-5-7 മത്തിയുണ്ട്. 4 മത്തിയല്ലേ വറുക്കാൻ വേണ്ടത് 4 ആൾക്ക്. അങ്ങനെ ബാക്കി ഞാൻ കറി വെക്കാം, തേങ്ങയൊക്കെ അരച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ നാളെ കൂട്ടാലോ. അങ്ങനെ ഞാൻ ഇതാ മത്തി മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ പെരക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മത്തിയാണ്, നല്ല മുട്ടയൊക്കെ ഉള്ള നല്ല മത്തിയാണ് കേട്ടോ. അങ്ങനെ മത്തി വറുത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മൊത്തം മത്തീൻ്റെ മണമായിരിക്കും. ഇവിടെ ഞങ്ങൾക്ക് കിച്ചണിൽ ജനലൊന്നുമില്ല. അപ്പോൾ മണം പുറത്തേക്ക് പോകാൻ ഭയങ്കര പണിയാണ് കേട്ടോ. മടിയല്ല, ഭയങ്കര പണിയാണ്. മീൻ വറുത്താലൊക്കെ വീട് നിറച്ചും ഉണക്കമീൻ വറുത്താൽ ഞാൻ വീട് മൊത്തം ഉണക്കമീനിൻ്റെ മണക്കാണ്. അങ്ങനെ ഞാൻ മത്തിയൊക്കെ മുറിച്ച് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ദേവുട്ടീനെയും കൂട്ടി വന്നു. ദേവുട്ടീനെ കുളിപ്പിച്ചില്ല കേട്ടോ. ദേവുട്ടിക്കൊന്നും പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേർപ്പോടെ കുളിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ അവളെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ദേവുട്ടിക്ക് ചോറ് വാരി കൊടുക്കണം, എന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തിരി ലേറ്റായി. ഇനിയിപ്പോൾ അവളെ കൊണ്ട് ഒറ്റ കഴിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കും. 1 മണിക്കൂറൊക്കെ ദേവുട്ടിക്ക് ചോറ് കഴിക്കാൻ വേണം കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ ഇത്തിരി പാടാണ് ദൈവമക്ക്. അങ്ങനെ ഞാനിതാ മത്തി വെച്ചു. അപ്പോൾ മത്തീനെ മുട്ടി ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ആ ഒരു മുളകിൽ നല്ലപോലെ പെരക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഭാഗവും നല്ലപോലെ മറിച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുട്ടി ഞാനൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറിന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, രാവിലെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറിയും തോരനും പിന്നെ നമ്മുടെ മത്തി പൊരിച്ചതൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ തൈര് കൊടുക്കും കേട്ടോ. തൈര് എല്ലാവർക്കും വെറുങ്ങനെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ മോരാക്കാനോ അല്ലെ മോര് കാച്ചിയൊന്നും അതിനെക്കാട്ടും ഇഷ്ടം ചുമ്മാ ഇത്തിരി ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ ഞാൻ മോരൊന്നും കാച്ചിയില്ല. ഇതാ ഞാൻ ഇന്നലത്തെ കറി അതിലേക്ക് ഒഴിച്ചു. പിന്നെ നമ്മുടെ തോരൻ, പിന്നെ മീൻ വറുത്തതും. അപ്പോൾ ഇതൊക്കെ കൂട്ടി ദേവുട്ടിക്ക് ഞാൻ ചോറ് കൊടുക്കാൻ പോകാൻ കേട്ടോ. അവൾക്ക് കൊടുത്തതിന് ശേഷം വേണം പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ അതൊക്കെ വിളമ്പി മീൻ വറുത്തതും വെച്ചു. ചോറ് കഴിക്കാൻ പോവുകയാണ്. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. കുറേ ലോങ് വീഡിയോ ഒന്നുമില്ല. ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക അതുതന്നെയാണ് കേട്ടോ വീഡിയോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് രണ്ടാൾക്കും സ്കൂളില്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാനുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ, അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വൈകുന്നേരം വരെ ആകും. ദേവുട്ടിക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാലും പിടിച്ചിരിക്കുന്നുണ്ട് ദേവുട്ടി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ.